മസനഗുഡി ശൃംഗാര എന്ന് കേട്ടിട്ടുണ്ടാവും പലരും. അടിപൊളി, പോയവർക്കറിയാം ശൃംഗാരനെ കുറിച്ചിട്ട്. അത്രയും ആനിമൽസ് ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അജാതിയാണ്. ആനകളുടെ വിളയാട്ടമാണ് അവിടെ. അത്രയും ആനകളുള്ള ഒരു ഏരിയയാണ് ഈ ശൃംഗാര. മസനഗുഡിയിൽ നിന്ന് ശൃംഗാര എന്നുള്ള ആ റൂട്ട് ഒരിക്കലെങ്കിലും പോയിരിക്കണം ആ റൂട്ട്. പക്ഷേ ഞാൻ പോയതൊരു മെനക്കെട്ട സമയത്തായി പോയി. മാർച്ച് മാസമാണ്, അല്ല ഏപ്രിൽ മാസമാണ് ഞാൻ പോയത്. എന്താ സ്ഥിതി വെച്ചാൽ ഇതാണ് ഇപ്പം അവസ്ഥ. കരിഞ്ഞുണങ്ങി ഒരുമാതിരി മരുഭൂമി പോലെ. മാനുകളൊക്കെ അവിടെയും ഇവിടെയൊക്കെ കാണാനുണ്ട്. പക്ഷെ അതിലൊക്കെ കാണുമ്പോൾ എന്തോ ദയനീയാവസ്ഥയാണ്. വെള്ളം കിട്ടാതെ ചൂടത്ത് ഇങ്ങനെ നിൽക്കുക ബോസ്. കുറേ മരത്തിൻ്റെ ചുവട്ടിൽ അവിടെയും ഇവിടെയൊക്കെ കിടക്കുക കൂട്ടത്തോടെ. എന്തോ ആടുജീവിതം സിനിമ ഓർമ്മ വന്നേ. ആടുജീവിതം നയിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ഇവിടെ മൃഗങ്ങൾ. ഈ ഒരു ഇമ്മാതിരി ചൂട് കാടൊക്കെ കണ്ടോ, മരത്തിലൊന്നും ഇലയില്ല, ചില മരത്തിലെ ഇലയൊക്കെ ഉള്ളൂ. ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, റൂട്ടിൽ ഓരോ ആട്. ആ ആനപ്പുണ്ട, ആനകളുടെ ഒരു വികാര കേന്ദ്രമാണ് ഈ ശൃംഗാര എന്ന് പറഞ്ഞാൽ. കണ്ടോ ആനപ്പുണ്ടം. ആ പറമ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ആനപ്പുണ്ട, മല പോലെ കൂട്ടിയിട്ട പോലെ. അത്രയുണ്ട് ആനകൾ ഈ ഒരു ഏരിയയിൽ. 4 മണിക്ക് ശേഷം എങ്ങാനും ഇങ്ങോട്ട് കയറിയാൽ ഉറപ്പായിട്ട് ആനേൻ്റെ അണ്ണാക്ക് പോയി കയറാം. അത്രയും സീനാണ് ഈ ഒരു ഏരിയ. ഞങ്ങളൊരു നട്ടുച്ച ആകുമ്പോൾ കയറിയത്. പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് ചെന്നപ്പോൾ ഒരു കാപ്പിത്തോട്ടമുണ്ട്, ഒരു എസ്റ്റേറ്റ്. അവിടെ അങ്ങോട്ട് ശൃംഗാരേൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി വിട്ടില്ല. ഞങ്ങൾ ഈ റൂട്ട് എക്സ്പ്ലോർ ചെയ്യാനാണ് വന്നത്. ശബരീത ട്രാവലറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. മൂപ്പര് ഇവിടെ പറഞ്ഞു ഇത് ഭയങ്കര ഡേഞ്ചർ ഏരിയ ആണ്, ആനകളുടെ ഒരു ഏരിയ തന്നെയാണിത്. വന്നപ്പോൾ മനസ്സിലായി റോഡ് മൊത്തം ആനപ്പുണ്ടോ, സൈഡിൽ ആനപ്പുണ്ടോ, ആനകളെ മാത്രം കാണാമല്ലോ. ഇതെന്തോ ഒരു അമ്പലാട്ടോ, ഇവിടെ എന്തോ അമ്പലമാണെന്ന് തോന്നുന്നു. കണ്ടപ്പോൾ അമ്പലം പോലെ. ഇതാണ് കാപ്പിത്തോട്ടം. അവിടെ ആനകൾ മാത്രമല്ല, ഉള്ള എല്ലാ സാധനങ്ങളുണ്ട്. പുലിയുണ്ട്, കടുവണ്ട്, കരടിയുണ്ട്, ഒക്കെ ഉണ്ട്. ഊട്ടീൻ്റെ ആ വലിയ മലയുടെ തൊട്ട താഴെയാണ് ഈ ശൃംഗാര എന്ന് പറഞ്ഞ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇത് മസനഗുഡിയിൽ നിന്ന് ഊട്ടിക്കുള്ള റൂട്ടാട്ടോ. ഈ റൂട്ട് മൊത്തം കരിഞ്ഞുണങ്ങി കിടക്കുകയാണ്. എല്ലായിടത്തും കരിഞ്ഞുണങ്ങി കിടക്കുക തന്നെയാണ്. ഈ റൂട്ട് അടിപൊളി. ഈ മഴക്കാലത്ത് ഇല വന്ന മോനെ വെറുതെ അല്ല ഈ മസനഗുഡി വഴി ഊട്ടി എന്ന് പറയുന്നത്. മഴക്കാലത്ത് വന്ന ഒരു രക്ഷ ഉണ്ടാവില്ല. ഏത് ഏപ്രിൽ മാസം ഒന്നും വരാതിരിക്കുക. എന്നാൽ അതാണ് കണ്ടോ ആ മാനിനൊക്കെ നോക്കി നിങ്ങൾ. ഉണങ്ങിക്കഴിഞ്ഞാൽ പുല്ല് തിന്നാ പാവങ്ങൾ. ഇപ്പോൾ കാടിന് 2-3 മുഖമുണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല. മഴക്കാലം, പ്രളയകാലം, വേനൽക്കാലം, ഡ്രൈ ഫോറസ്റ്റ്. ഈ ഒരു ഏരിയ ഒക്കെ നമ്മളെ റീലൊക്കെ വൈറലായ ഒരു ഏരിയ. ഈ ഒരു പാലം, ഈ പാലത്തിൻ്റെ തൊട്ട താഴത്ത് ആനനെ കണ്ടിട്ട് ഞങ്ങൾ ഒരു കാട്ടുകൊമ്പ കണ്ട. ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മുളക്കാടുകൾ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ കൺഫേം ആണ് ആനകൾ എപ്പോഴും ഉണ്ടാവും. ഇതേപോലത്തെ ഒരു ഏരിയയാണ് ശൃംഗാര. ആ റൂട്ട്, ശൃംഗാരയ്ക്കുള്ള റൂട്ട്. നിങ്ങൾ ഈ മസനഗുഡി വഴി വരാത്ത ആളുകളാണെങ്കിൽ ഈ വഴിക്ക് പോകുമ്പോൾ ശൃംഗാര, മോയാറ് ആ 2 സ്ഥലം മിസ് ചെയ്യരുത്. എന്നിട്ട് ആ 2 സ്ഥലം കണ്ടതിന് ശേഷം നേരെ ഊട്ടിക്ക്. മയിൽ, മാന്, കുരങ്ങ്, കാട്ടുപന്നി ഇവരൊക്കെ കമ്പനിക്കാരാണ്. ഇവരെപ്പോഴും ഒരു കൂട്ടം പോലെ എപ്പോഴും അടുത്തന്നെ ഉണ്ടാവും. ഇവരൊക്കെ ഒരു ടീമാണ്. വല്ല കടുവ പുലിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവർ ഒരു അലാങ്കോൾ ഇങ്ങനെ കൊടുക്കും മാനുകൾക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസനഗുഡി വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.